നമ്മളിതേ ഇപ്പൊ എവിടെ ഉണ്ടാ നമ്മ വാൽപ്പാറയിലാണ് ഇപ്പൊ. എന്തൊക്കെ ഉണ്ടായിപ്പ എന്റെ പൊന്നോ ചെറിയ മരം പണിന്ന് പറഞ്ഞിട്ട് വന്നു. ഇത്രയും പണി പ്രതീക്ഷിച്ചില്ല. വരട്ടുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നമുക്കൊരു കുറച്ച് പണിയുണ്ട്. എവിടെ ഇപ്പം അതിൻ്റെ ഇടയിലൊരുത്തിൽ ഇങ്ങനെ നമ്മൾ നിർത്തിയതാണ്. നല്ല രസമായിട്ടുള്ള റൂട്ട്. അവിടെ എവിടെയാണ് എന്താണെന്നൊന്നും കറക്റ്റ് അറിയില്ല, പോയാൽ മാത്രമേ അറിയുള്ളൂ എന്താണ് പണിയെന്ന്. മറ്റേ നമ്മുടെ ഈ റോഡ് ഭാഗമല്ലേ, അതിൻ്റെ ആണ്. കുറച്ച് കൊമ്പുകൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി പറയുന്നത്. ഇന്നാണ് ഇപ്പം അതിനെ ഇറങ്ങിയത്. സമയം എത്രയായി? രാവിലെ തന്നെ ഒരു ആന ഉണ്ടായില്ലേ? മൂന്ന് ആനനെ കണ്ടില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാല് ഇരുട്ടായി കഴിഞ്ഞാല് ഇവര് ഇറങ്ങും. 8 മണി അവനായി. എപ്പൊ പോന്നാണ്? 4:45 ഇറങ്ങിയാണ്. ആ തൊപ്പിയുള്ളതാണ് അല്ലേ? അതതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മുഴുവൻ ഒതുങ്ങുന്നുള്ളതല്ലേ? ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് എൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങും. അവർക്ക് തോന്നാണ്ട് പോവില്ല. പോയിട്ട് നോക്കാം എന്തോട്ടെന്ന്. ഇതിപ്പോ എവിടെയാണ്? ഒരു പിടിയില്ലാത്ത സ്ഥലം. നല്ല രസമുണ്ട് സ്ഥലം. നല്ല റൂട്ടാണ്. നല്ല രസമായിട്ടുള്ള യാത്രയാണ്. യാത്ര ആസ്വദിക്കാൻ. പണി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം എന്തോട്ടാണ് കണ്ടറിയാം. വിളിച്ചാലും കിട്ടൂലേ, റേഞ്ചില്ല. ഇവിടെ തൊട്ട് റേഞ്ച് കട്ടായി കിടക്കണാണ്. ബാക്കി അവിടെ എത്തിയിട്ട് നോക്കാം. ഇവിടൊക്കെ പുലി ഇറങ്ങുന്ന സ്ഥലങ്ങളല്ലേ. മലക്കാപ്പാറ എത്തിയിട്ടില്ല. മലക്കാപ്പാറ എത്തിയിട്ട് അവിടെ നിന്ന് വേണം വാൽപ്പാറ പിടിക്കാൻ. നല്ല രസമായിട്ടുള്ള റൂട്ട്. കാടും വാഴച്ചാലിൽ നിന്ന് കയറിയിട്ട് 4 കാറിന് കണ്ടത്. തിരിച്ചിങ്ങോട്ട് 4 കാറും 2 ബൈക്കും. മഴയൊക്കെ പെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയില്ല മഴ. വെളുപ്പിനൊക്കെ ഇപ്പൊ തന്നെ മഴ പെയ്ത മാതിരി ഉണ്ടല്ലോ അല്ലേ ഇവിടെ? ഇടയ്ക്കിടയ്ക്കായിട്ട് പെയ്തു. മലക്കപ്പാറ കയറി. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വാൽപ്പാറയിലേക്കുള്ള യാത്ര വീണ്ടും. അധികം ദൂരം ഇല്ല നമ്മളുടെ ഇതിലേക്ക്. വാൽപ്പാറയിലേക്ക് പോകണ്ട കേട്ടോ. വാൽപ്പാറയ്ക്ക് മുമ്പല്ലേ. സ്ഥലപ്പേര് തീരെ കിട്ടുന്നില്ല. അത് ഇന്നലെയാണ് സ്ഥലപ്പേര് കണ്ടത്. വാട്സപ്പിൽ അയച്ചെന്ന് നോക്കി പോണ്. നമ്മൾക്ക് BSNL ഒക്കെ സിം വേണം, അന്നേരം നടക്കുള്ളൂ. ഇവിടെ ഒക്കെ വന്നാൽ ഉണ്ടായിരുന്ന എയർടെൽ ആയതുകൊണ്ട് പണിയായി. വരുന്നു. ഇവിടെ എവിടെങ്കിലും വെക്കണോ? എന്ത് കളറ് വണ്ടി ഇത്? കേരളവും തമിഴ്നാടും കൂടെ ഓടണതിൻ്റെ ആണ് അങ്ങനെ കളറ് അല്ല? ഇത് ഇങ്ങനെ കളറ് വണ്ടി ബസ്സിൻ്റെ അത് ബോർഡർ ഭാഗങ്ങൾ കാണാറുണ്ട്. 2 കളറ്, മഞ്ഞയും മറ്റെന്തുണ്ടാ റോസും. ഒരാളെ കുറവുണ്ട്. നമ്മൾ അതിൽക്കാർക്ക് ഉണ്ടായില്ല. അതിൽക്കാർക്കാക്കുന്ന ഒഴിവില്ല. പാട്ടത്തിനുണ്ടാവും. കുറേയൊക്കെ എസ്റ്റേറ്റുകൾ സ്വന്തം ഇതിലൊക്കെ ഉള്ളതുണ്ട്. പെട്രോള് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കടകളിലായിരിക്കും. മുമ്പൊക്കെ ഒന്നും കയറ്റി കുപ്പിക്ക് നല്ല വിലയായിരിക്കും, റേറ്റും കൂടും. തമിഴ്നാട് അത് നോക്കിട്ടാ. ഇത് നോക്കിട്ടാ. ഷോളയാർ ഡാം. ഇവരെ കൊണ്ടാണ് പണിക്ക് വെട്ടിനാക്കിയ. എന്താണ് ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? അടിപൊളിയല്ലേ. പണി മാത്രം ആയിട്ടില്ല. ടൂർ ഒന്ന് ഏകദേശം 3/4 ഭാഗം ആയിട്ടുണ്ട് ടൂറ്. അപ്പൊ നമ്മത് ഇവിടെ ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോ അവരെ വെയിറ്റ് ചെയ്ത് നിക്കണം. എന്തൊക്കെ ഉണ്ടായിപ്പ? കൊറേ ടൈമായി നമ്മളിവിടെ നിക്കണ. ഹോട്ടലിലുണ്ടായിരുന്നു.
ഹോട്ടലിലാണ് നമുക്ക് അടയാളം പറഞ്ഞിരുന്നത്. അവിടെ വന്ന് പക്ഷെ അവിടെ ഒരു പുള്ളി അവിടെ ഇരുന്നായിരുന്നു. പുള്ളി നമ്മളെ നോക്കുന്നുണ്ടായിരുന്നില്ല എന്നല്ല, നമ്മളതിനെ കുറിച്ച് സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഹോട്ടലുകാരായിട്ട് സംസാരിച്ചപ്പോൾ ആളാണ് അവിടെ ഇരുന്നായിരുന്നു. നമ്മളെയും കാത്തിരിക്കാറാണ്. നമ്മളെ കാത്തിരിക്കുന്ന ആള് നമ്മളൊന്നും നോക്കണ്ടേ. വേറെ ഏതോ നാട്ടുകാരായിട്ട് ഫീൽ ചെയ്ത്. അത് കാരണം കുറച്ച് സമയം വെറുതെ പോയ ആള് തിരിച്ചു വന്നിട്ട് ഇപ്പൊ വഴിയെ പിന്നാലെ പോണം. പോകുന്നു. എന്താണ് മരം, എന്താണ് ഇങ്ങനെയാണെന്നൊന്നൊരു സിറ്റുവേഷൻ. ജസ്റ്റ് ലോങ്ങിൽ നിന്നൊരു ഫോട്ടോ കിട്ടിയൊരു ഇതാണ്. എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് എന്തോ കൊമ്പൊക്കെ ഉണ്ടെന്നാ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ആണ് പണിയുന്നുണ്ട്. പാൽപ്പാറക്ക് 6 കിലോമീറ്റർ. അത് ഇത് നോക്കിയാറില്ല, ഞാൻ അതിന് നമ്മൾക്ക് നോക്കി. എൻ്റെ പൊന്നോ, എന്താലേ പേടിയാവണ എൻ്റെ അടുത്ത് നിൽക്കുമ്പോ. അത് മുകളിൽ നിൽക്കണാരേ നോക്കിയാൽ നോക്ക. പ്ലാവിനെ നോക്കിയ ചെറിയ പ്ലാവ് ഏതോ ഒരു ഇതിലാണ്. എസ്റ്റേറ്റിന്റെ പേര് പറഞ്ഞ മറന്നിറങ്ങ. എന്താണ് സ്ഥലം അടിപൊളി, നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തേയിലത്തോട്ടം നല്ല വൃത്തിയുണ്ട് കാണാൻ. എന്തായാലും ഇങ്ങനെ വന്ന് കാണാൻ പറ്റിയ ടൈമാണ് ഇതൊക്കെ. അതല്ല ഇപ്പൊ കട്ട് ചെയ്തേക്കണതിന്റെ ഒക്കെ അറേഞ്ച് ചെയ്ത് നോക്കിയാൽ വരാ സ്കെയിൽ വെച്ച് വരച്ചേക്കണ മതി. എന്താ രസല്ലേ, നല്ല ഇതില്ല അറേഞ്ച് ചെയ്ത. എന്തായാലും ഇതൊന്ന് കാണാൻ തന്നെ വേറൊരു വരവ് വരണല്ല. ഏയ് കേറാൻ പറ്റും, അതില് വേറെ ഒക്കെ ഫോട്ടോസും അതൊക്കെ ആയിട്ട്. 47 ടൗൺ കയറിയപ്പോ അതിന് മാറി നോക്കിയ. തോന്നില്ല ആ ബാക്കിൽ അതാണെന്നൊരു അല്ല അതും വെക്കണ. അതെ അതന്നെയാണ് സാധനം. ഓ കിട്ടി മോനെ, തേണ്ടി കേട്ടിട്ട് സെറ്റ്. ഇവിടെ ഇട്ടിട്ട് ഇറങ്ങാം. അരുൺ அது சரி. எவ்வளோ கட் பண்ணோம்? டாப் வந்து 3 இருக்குல்ல. இது அந்த சைடு இது வீட்டுக்கு டேஞ்சர் இருக்கு சொல்லு. ஓகே சரி. அந்த சைடு லைன் அவுட்டர்ல அப்படியே ஃபுல்லா அங்க சாதுக்கு. அந்த സൈഡ് പ്രശ്നം கிடையாது. ഇത് അവിടെ ലൈൻ ഉണ്ട്. ഇത് അതൊക്കെ ചെറുതാക്കേണ്ടിരുന്നു. കാരണം പോസ്റ്റ് ഉണ്ട്. ഏത് ഇത് കെട്ടി ഇറക്കണം. ഇത് കയറിൽ ഇത് തേയില. ഇത് അല്ലല്ലോ പ്രശ്നം. ഇതൊരു ലോകത്തല്ല. നമ്മൾ ടൂർ വന്നല്ലോ ഇപ്പൊ. இந்த சைடில் போட்டுட்டா பிரச்சனை கிடையாது. இது கட் பண்ணி அது புரியுது. அது மாதிரி அது பிரச்சனை கிடையாது. அது கீழே விழுந்தா கட் பண்ணி சின்னதாக கட் பண்ண வேணும். கட் பண்ணி உள்ளே போட்டால் போதும். ഇവിടെ ഇട്ടാൽ മതി. എന്ത് പറയണം? எவ்வளோ டைமில் இன்னைக்கு பார்க்குறது கொஞ்சம் கஷ்டம்தான். ஆளும் இருக்கல, நாங்கள் 2 பேர் தான். சரி മര സാധനം നോക്കുന്നു. കയറ് കിടക്കണ്ടല്ലോ. ഇതിനുള്ളിൽ പാമ്പുണ്ടാവോ? ഇതില്ല. പാമ്പ്, പുലി, അടിപൊളി. എന്തായാലും അല്ലേ, പണിന്ന് പറഞ്ഞിട്ട് വന്നു. ഇത്രയും പണി പ്രതീക്ഷിച്ചില്ല. കയറൊക്കെ എറിഞ്ഞിട്ടുണ്ടല്ലോ. കയറെടുക്കേ. ആഹാ, ഇതെന്തോ 2.5 വണ്ണം. ഇതൊരു 10-300 ഇഞ്ച് പോവില്ലേ? 10-300 ഇഞ്ച് വണ്ണം അതിലെന്തായാലും നമ്മൾ വരുമ്പോ നോക്കണം എന്തായാലും ഇത് അല്ലേ. കരടി ഇറക്കണ്ടത് എല്ലാം ഉണ്ടാവും.
ദിനോസർ വെച്ച് ബാക്കിയൊക്കെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവിടുത്തെ ലൈൻ അഴിച്ചാ അത് നോക്കാനില്ല, ഈ സൈഡും നോക്കാനില്ല. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലെ ഇറങ്ങിങ്ങായിട്ട് അടിച്ചു പോലെ. ഇല്ലേ നമ്മള് മരം മുറിക്കാനല്ലോ ഒന്ന് പതിരപ്പള്ളി വെള്ളച്ചാട്ടം കൊണ്ട് നിൽക്കണം. അതിരപ്പള്ളിയില് വെള്ളം ഇല്ല, ഒന്നുമില്ല. നമ്മളെ മരം മുറിക്കാൻ വേണ്ടി വാൽപ്പാറയിൽ പോയതാണ്. അവിടെ ചെന്ന് കയറ്റ് മരം കണ്ടപ്പോൾ കൊണ്ട് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ രണ്ടാൾ പോയിട്ടൊന്നും ചെയ്യാനാവില്ല. മുറിക്കാനല്ല, പകുതി മൊത്തം കൊമ്പും കളയണം. അപ്പോൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെന്നപ്പോഴാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളായിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അടുത്തൊരു ഡേറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവിടെ എത്തിയാലേ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 6 മണി ആയാലേ തുറക്കുള്ളൂ രാവിലെ. അത് കഴിഞ്ഞ് അവിടെ ഓടി എത്തുമ്പോഴത്തേനും 9 മണിയാവും. അപ്പോൾ പിന്നെ നമ്മളെ സമയം പോവും, പണി നടക്കൂല. അപ്പോൾ പിന്നെ നമുക്ക് തലേദിവസം വന്ന് പോയി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നേരത്തെ വർക്ക് തുടങ്ങാം. ആ രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് പോന്ന് നമ്മൾ തിരിച്ചിഞ്ഞും വരും ഒരു വരവ് അല്ലേ. അപ്പോൾ കാണാം, എൻ്റെ പണിയായിട്ട് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ, കുറച്ച് ആൾക്കാരുള്ളൂ, വേറെ 1-2 ആളും കൂടെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇങ്ങനെ തീർന്ന് മരം കണ്ടു പോന്ന്. അതൊരു ടൂറാക്കി അങ്ങോട്ട് മാറ്റി. ഞങ്ങൾ 3 ആളും കൂടെ ഒരു ട്രിപ്പ്. എന്തായാലും നല്ല രസമായിരുന്നില്ലേ? നമുക്ക് എങ്ങനെ ഉണ്ടായി? അപ്പൊ എന്തായാലും അടുത്തേല് കാണാഞ്ഞ് ഇനി നീണ്ടുപോയാൽ ശരിയാവില്ല. അപ്പൊ അങ്ങനെ നേരെ വിടണം നാട്ടിക്ക്.